നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. CJP വന്നതോടെ ആം ആദ്മി പാർട്ടിക്ക് പ്രസക്തി ഇല്ലാതായി കഴിഞ്ഞിരിക്കുക. അതായത് ആം ആദ്മി പാർട്ടി ജനങ്ങളിലേക്ക് ചെല്ലുകയാണ്, ജനങ്ങൾ തങ്ങളെ സ്വീകരിക്കണം, സാധാരണക്കാരുടെ പാർട്ടിയാണ്. ആം ആദ്മി കാ പാർട്ടി ഹേ എന്നൊക്കെ പറഞ്ഞ് തള്ളിയ കെജ്രിവാൾ ആഡംബരത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലെ അവസാന നാളുകൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം സ്വന്തം മകളുടെ വിവാഹം പോലും അതിന് ചെലവഴിച്ച തുക, ആ വിവാഹം നടത്തിയ ആഡംബര രീതികൾ, ഇതെല്ലാം കണ്ട് സാധാരണക്കാരനായ ഭക്ഷണത്തിന് വകയില്ലാത്തവർ വരെ കണ്ണ് മഞ്ഞടിച്ചു പോയ ഒരു സംഭവമാണ്. മെട്രോ ട്രെയിനിൽ കയറി സാധാരണക്കാരെ പോലെ ഒരു ചെറിയ വാഹനത്തിൽ ഓഫീസിലെത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയ കെജ്രിവാൾ പിന്നീട് നമ്മൾ കണ്ടത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായി ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്ന കാലഘട്ടമാണ്. അന്ന് കോൺഗ്രസ് അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പരമാവധി തെരുവിലിറങ്ങി. അത് ഇപ്പോഴും കോൺഗ്രസ് ആ വിഷയത്തിൽ നിലപാട് മറ്റൊന്നല്ല എന്ന് പറയുന്നുണ്ട്. കാരണം പ്രതിപക്ഷ പാർട്ടികളെ തേജാവധം ചെയ്യുക എന്നത് BJPയുടെ സ്വതസിദ്ധമായ സ്വഭാവമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാനാണ് ഇപ്പോഴും കോൺഗ്രസിന് താല്പര്യം. എന്നാൽ ആം ആദ്മി ചെയ്തത് എന്താണ്? ആം ആദ്മിയുടെ വിഷയമെന്ന് പറയുന്നത് BJPയെ പരാജയപ്പെടുത്തുകയല്ല. അവർ ഉദയം കൊണ്ടതും അവർ ഇപ്പോൾ നിലനിൽക്കുന്നതും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, അതല്ലെങ്കിൽ കോൺഗ്രസ്സിന് അധികാരം കിട്ടിയേക്കാവുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ സെക്കുലർ വോട്ടുകളെ ഭിന്നിപ്പിച്ച് അവരെ താറടിക്കുക, അവരെ താറുമാറാക്കുക. അതുവഴി BJPക്ക് കൃത്യമായി ഒരു വോട്ട് പോളറൈസേഷൻ ഉണ്ടാക്കിയെടുക്കുക. BJPയുടെ B ടീം എന്ന് ആം ആദ്മി പാർട്ടിയെ വിളിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? CJP ആം ആദ്മി പാർട്ടിയുടെ ആ ഒരു സ്പേസ് കൈയടക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് കെജ്രിവാളിന് നല്ലപോലെ അറിയാം. കെജ്രിവാളും മനീഷ് സിസോദിയയും ഒക്കെ ആഗ്രഹിക്കുന്നത് അധികാരമില്ലെങ്കിലും തങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങളൊക്കെ കൊടുത്ത് BJPയെ തൃപ്തിപ്പെടുത്തി താൽക്കാലിക ലാഭത്തിന് വേണ്ടി രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. സിവിൽ സർവീസ് ഉദ്യോഗം വേണ്ടാന്ന് വെച്ച് വലിയ കോർപ്പറേറ്റ് ബുദ്ധിയോടെ ഇറങ്ങിയ കെജ്രിവാളും സംഘവും ഡൽഹി ഭരിച്ചു കുളമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിലിനി ഒരു മാറ്റം വരുമോ എന്നറിയില്ല. ഷീല ദീക്ഷിത് ലോക കൊടൂരയാണ് എന്നൊക്കെ ചിത്രീകരിക്കാൻ കെജ്രിവാളിന് എന്തൊരു വ്യാകുലതയായിരുന്നു. എന്നിട്ടൊടുവിൽ അദ്ദേഹം ചെയ്തത് എന്താണ്? ഇതെല്ലാം ജനങ്ങൾ കാണും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് കോക്രോച്ച് എന്ന രീതിയിൽ, അതായത് ജനങ്ങളെ, സാധാരണക്കാരായ അഭ്യസ്ത വിദ്യരായവരെ തൊഴിലില്ലാത്തതിൻ്റെ പേരിൽ അവരെ ക്ഷുദ്രജീവികളെന്നും മറ്റും വിളിച്ച് അവരെ പരിഹസിച്ച് അവരെ കോമാളികളാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഇവിടെ അഭിജിത്ത് ദീപിക എന്ന പ്രവാസി നടത്തിയ സമരം അത് ഐതിഹാസികം തന്നെയാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് CJP ആം ആദ്മിയെ പോലുള്ള ഇർക്കിൽ പാർട്ടികളുടെ സ്പേസ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് കാത്തിരിക്കണം. കാരണം അവർ യഥാർത്ഥ BJP വിരുദ്ധരാണ്. ആം ആദ്മി പാർട്ടിയെ പോലെ കപടത പറഞ്ഞ് സെക്കുലർ വോട്ടുകളെ ഭിന്നിപ്പിച്ച് ഈ രാജ്യത്തെ കൂടുതൽ സംഘപരിവാറിന് അടിയറവ് വയ്ക്കാനല്ല അവരുടെ ശ്രമം.